വന്ന കേരളത്തിലെ മുസ്ലിം സമുദായക്കാരാ ഭരിക്കാന്ന് കുറെ പേര് പറയുണ്ടായിരുന്നു. പക്ഷെ അതൊരു തെറ്റായ കാര്യമാണ്. ഇനി ഭരിക്കാൻ പോകുന്ന നായർ സമുദായക്കാരും ക്രിസ്ത്യൻ സമുദായക്കാരും ആയിരിക്കും. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവരൊക്കെയാണ് ശരിക്കും ഇപ്പൊ പ്രധാന മന്ത്രിമാര്. ഇവരെല്ലാം ചേർന്നപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കോർ നായർ ഡൊമിനൻസ് ആയി. കേരള പൊളിറ്റിക്സിൽ നായർ സമുദായത്തെ പറ്റിയിട്ട് ഓപ്പൺലി പറഞ്ഞിട്ടില്ലെങ്കിലും ബ്യൂറോക്രസി അസസ്, മീഡിയ ഇൻഫ്ലുവൻസ്, കോൺഗ്രസിലെ പരമ്പരാഗതമായിട്ടുള്ള ഹിസ്റ്ററികള്, തിരുവനന്തപുരം ബെൽറ്റ് പൊളിറ്റിക്സ് ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ നായർ എലൈറ്റ് ഹിസ്റ്ററി വളരെ സ്ട്രോങ് ആണ്. നായർ മാത്രമല്ല, കേരളത്തിൽ നല്ലൊരു ശതമാനം ഈഴവരാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ മന്ത്രിസ്ഥാന റെപ്രസെന്റേഷനിൽ ഈഴവ മന്ത്രിമാര് വളരെ കുറവാണ് എന്ന് പറയുന്നുണ്ട്. ബിന്ദു കൃഷ്ണ, എം ലിജു, O.J. ജനീഷ് ഇവരൊക്കെയാണ് മന്ത്രിമാര്. കേരള കൗമുദിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 9 പേര് ഈഴവ സമുദായത്തിൽ നിന്ന് ജയിച്ചിട്ടും ഇനീഷ്യലി 2 പേർക്ക് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈഴവ സമുദായം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് O.J. ജനീഷ് ഉൾപ്പെടുത്തപ്പോൾ അത് സ്ലൈറ്റ്ലി കുറച്ച് ബെറ്റർ ആയത്. ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ CPM-കാർക്ക് ജാതി ഇല്ല എന്ന് പറയുമ്പോഴും അവര് ഈഴവ കാസ്റ്റ് ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM എന്നുള്ളത് പരക്കെ പറയാറുണ്ട്. എന്നാൽ കോൺഗ്രസിലോ എല്ലാവരും നായർ, മേനോൻ, വർമ്മി, കെ തുളസിയും AP അനിൽകുമാരും SC കാസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് മന്ത്രിമാരാക്കിയത് നന്നായി എന്ന് പൊളിറ്റിക്കൽ അനലിസ്റ്റ് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ് 7 ക്യാബിനറ്റ് സീറ്റോ മറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് സീറോ മലബാർ ക്രിസ്ത്യൻ സഭയ്ക്കാണ്. സണ്ണി ജോസഫ്, റോജി M. ജോൺ, മോൻസ് ജോസഫ്, അപ്പു ജോൺ ജോസഫ് എന്നിവർക്കാണ് കിട്ടിയിരിക്കുന്നത്. മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ് CP ജോൺ. ലത്തീൻ കത്തോലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഷിബു ബേബി ജോണും, യാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അനൂപ് ജേക്കബും. കോൺഗ്രസിൽ ജാതിയെക്കാട്ടിലും സീനിയോറിറ്റിയെക്കാട്ടിലും അക്കാഡമിക്സ് നോക്കിയിട്ടാണ് ഓരോരുത്തർക്ക് കൂടുതലും വകുപ്പുകൾ കൊടുക്കാറുള്ളത്. കോൺഗ്രസ്സുകാർ ആരെടുത്താലും അവർക്ക് അക്കാഡമിക്സ് കൂടുതലായിരിക്കും. ഇപ്പൊ മുഖ്യമന്ത്രിയായ V.D. സതീഷിനെ എടുത്തു നോക്കിക്കോളൂ. അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിൽ BA എടുത്തിട്ടുണ്ട്, സോഷ്യോളജി കഴിഞ്ഞിട്ട് LLM കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. LDF അങ്ങനെ ആയിരുന്നില്ല, ഒരു കേഡർ ബേസിലാണ് അവർക്ക് ശരിക്കും പറഞ്ഞ വകുപ്പുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേ രീതിയാണ് TVKയും പിന്തുടർന്നിരിക്കുന്നത്. അക്കാഡമിക്സ് നോക്കിയിട്ട് തന്നെയാണ് TVKയിൽ MLA സ്ഥാനാർത്ഥിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ആ കൂടെ ഒരേ ഒരു ഓട്ടോ ഡ്രൈവറിനെ മാത്രമേ MLA സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചിട്ടുള്ളൂ. PhD, PG, IAS റിട്ടയർ ആയ ആൾക്കാരെ ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ TVKയ്ക്ക് വേണ്ടി മത്സരിച്ചിരിക്കുന്നത്. ട്രഡീഷണൽ ഡ്രാവിഡിയൻ കാസ്റ്റ് അർത്ഥമെറ്റിക്കിനും സിനിമാറ്റിക് പോപ്പുലിസത്തിനും ഇടയിൽ ഒരു ഹൈബ്രിഡ് മാറ്റർ. ഓട്ടോ ഡ്രൈവർ പോലെ സിംബോളിക് ആയിട്ടുള്ള ആൾക്കാരെ നിർത്തുന്നത് ഒരു ഗ്രാസ് റൂട്ട് ഐഡിയോളജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പൊളിറ്റിക്സിൽ പബ്ലിക്കിന്റെ മുന്നിൽ ഐഡിയോളജി മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ, പക്ഷെ പിറകിലോ സോഷ്യോളജി മാത്രമേ പ്രാവർത്തികമാവുകയുള്ളൂ.